എൻ്റെ പേര് ജയശങ്കർ വിളക്കപ്പള്ളി. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആള് ഹരിസും നായർ, ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി. എൻ്റെ പേര് ഷൈജു, ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞാൻ ജഗദീഷ്, AKDMസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റാണ്. എൻ്റെ പേര് ഷുക്കൂർ ബാബു, കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. തുടങ്ങാലല്ലേ? കേരള ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പേരിൽ 21/2/2024 തീയതി വെച്ച് ഇറക്കിയ 4/2024 സർക്കുലർ ഉണ്ടായിരുന്നു. അശാസ്ത്രീയമായ ഒരു ഡ്രൈവിംഗ് പരിഷ്കാരമാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 4/2024 ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന കമ്മിറ്റിയും ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജി ഇന്ന് അനുവദിച്ചിട്ട് ആ 4/2024 നമ്പർ സർക്കുലറും അതിനോടനുബന്ധിച്ച് ഇറക്കിയ ഗതാഗത വകുപ്പ് ഇറക്കിയ ജിഒകളും ഗവൺമെന്റ് ഓർഡറുകളും നിലനിൽക്കുന്നതിന് കണ്ട് സർക്കുലറുകളും ജിഒകളും സെറ്റ് അസൈഡ് ചെയ്ത്, അതായത് റദ്ദാക്കി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ശ്രീ N. നാഗരേഷ് വിധി പുറപ്പെടുവിച്ചു. കേന്ദ്ര മോട്ടോർ നിയമത്തിനെതിരെ സർക്കുലർ ഇറക്കാൻ കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അധികാരമില്ലെന്നും ഹൈക്കോടതി വിധിന്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ സർക്കുലർ അശാസ്ത്രീയമാണെന്നുള്ളത് നമ്മൾ ആ സർക്കുലർ ഇറക്കിയ സമയത്ത് തന്നെ ഗതാഗത വകുപ്പിനെ അറിയിക്കുകയും ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ഗതാഗത മന്ത്രിക്കും നമ്മൾ നിവേദനങ്ങൾ നൽകിയിട്ടുള്ള അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ മെയ് 1 മുതൽ സമരപരിപാടികളൊക്കെ തുടർന്ന് സെക്രട്ടേറിയറ്റ് ധർണയൊക്കെ വെച്ച് ഒരു ഒത്തുതീർപ്പൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ആ ഒത്തുതീർപ്പിലൊന്നും നമ്മളോടുള്ള ഒത്തുതീർപ്പ് ചർച്ചയിൽ ഏകദേശം ആ പറഞ്ഞ കാര്യങ്ങളൊന്നും പുതിയ സർക്കുലറുകളോ ജിഒകളോ ഇറക്കിയ സമയത്തൊന്നും വന്നില്ല. അതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് നമ്മൾ പിൻവലിക്കാണ്ട് തുടർന്നുകൊണ്ട് പോയത്. അതിന്റെ അന്തിമ വിജയം ഇന്ന് കണ്ടു. കേരളത്തിലുള്ളതായ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ഇതിന്റെ ഗുണം അനുഭവിക്കാവുന്നതും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി വരുന്നതായ എല്ലാ കുട്ടികൾക്കും ഇതിന്റെ ഗുണം അനുഭവിക്കുന്നതെന്നാണ് ഈ ഇന്നത്തെ വിധിന്യായത്തിലൂടെ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതായത് ഇത് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ കാലഘട്ടങ്ങളിൽ നമ്മളിവിടെ ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അന്ന് നമ്മൾ ഈ സർക്കുലറിന്റെ നിയമവിരുദ്ധത എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരുന്നു. ഇതേപോലെ ഒരു പ്രസ് മീറ്റ് നമ്മൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ സമരപ്രഖ്യാപനം നടത്തി സമരത്തിലേക്ക് പോയത്. നമ്മൾ സമരം നടത്തി, സമരത്തിന് ശേഷം ചർച്ചകളുണ്ടായി. ആ ചർച്ചകളിലൊന്നും തന്നെ ഈ ഒരു സർക്കുലറിന്റെ നിയമവിരുദ്ധത ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായില്ല. അവസാനം നമുക്കിത് ഹൈക്കോടതിയിൽ കേസിൽ പോണ്ടി വന്നു. ഹൈക്കോടതി കൃത്യമായിട്ട് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ നിയമം, അതായത് കേന്ദ്ര മോട്ടോർ വാഹന നിയമവും ഈ സർക്കുലറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളിന്റെ വയലേഷൻ ആയിട്ടാണ് ഈ സർക്കുലറെ കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അനുകൂലമായിട്ട് കേരളത്തിലെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളുകാർക്കും അനുകൂലമായിട്ടുള്ള ഇതുപോലൊരു വിധി ഉണ്ടായിരുന്നത്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡ്രൈവിംഗ് സ്കൂളുകാരെ തൊഴിൽ സംരക്ഷിക്കുന്ന ഒരു വിധിയോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കൂടി വളരെ ഉപകാരപ്രദമായ ഒരു വിധിയാണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ജൂലൈ മാസം വരെ സാധാരണ രീതിയിൽ ഒരു 6-7 ലക്ഷം ലൈസൻസുകൾ കേരളത്തിൽ കൊടുക്കും. അത്ര ഡിമാൻഡുള്ള സ്റ്റേറ്റാണ് കേരളം. എന്നാൽ 2.5 ലക്ഷത്തിൽ താഴെ ലൈസൻസ് മാത്രമേ ഈ ഒരു 7 മാസമായിട്ട് നമുക്ക് കേരളത്തിൽ വിതരണം ചെയ്യാൻ വരെ കഴിഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാൻ വരുന്ന ആൾക്കാർക്കുള്ള അവസരങ്ങൾ ഈ സർക്കുലർ മുഖാന്തരം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ സർക്കുലർ വെക്കേറ്റ് ചെയ്യുന്നതോടുകൂടി ലൈസൻസ് എടുക്കണം താല്പര്യമുള്ള എല്ലാവർക്കും കേരളത്തിന്റെ ലൈസൻസ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെ പൊതുജനങ്ങൾ ഉൾപ്പെടെ അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ചരിത്രപരമായ ഒരു വിധിയാണ്. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രപരമായ ഒരു വിധിയാണ്. ആ ചരിത്രപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൊഴിലെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം, ഇതൊക്കെ ഞങ്ങളെല്ലാ അധികാര കേന്ദ്രങ്ങളിൽ ധരിപ്പിച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദൃശ്യപത്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് കൃത്യമായ രീതിയിൽ അത് അഡ്രസ് ചെയ്തു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നു, ഞങ്ങൾ സമരം നടത്തിയിരുന്നു.
ആ സമരമൊക്കെ നന്നായി കവർ ചെയ്തു നിങ്ങൾ. പക്ഷെ ഞങ്ങൾ വെച്ച ഡിമാൻഡുകളുടെ മെറിറ്റ് കോടതിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. അന്ന് ആർക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ കോടതി കൃത്യമായി ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സർക്കുലർ പൂർണ്ണമായിട്ടും കോടതി അതിനെ റദ്ദ് ചെയ്തു, വെക്കേറ്റ് ചെയ്തു, റദ്ദ് ചെയ്തു. ഇനി നമുക്ക് തീർച്ചയായിട്ടും പഴയ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അതിനകത്ത് ഒരുപാട്, നിങ്ങൾ ഈ സർക്കുലർ വായിച്ചാൽ അറിയാം, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ആ അടിച്ചേൽപ്പിച്ച പല കാര്യങ്ങളും സ്വാഭാവികമായിട്ടും കോടതിയുടെ ഉത്തരവോടുകൂടി ഇല്ലാതാവുകയാണ്. അതോടുകൂടി തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് കേരളം നടത്തി പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ഈ ഉത്തരവ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഞങ്ങൾക്ക് അതിയായ കടപ്പാടുണ്ട്, അതിയായ നന്ദിയുണ്ട്. 4/2024 സർക്കുലറുമായി ബന്ധപ്പെട്ട് 2024 ഞങ്ങൾ ഗതാഗത മന്ത്രിയുമായും അതേപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായും വളരെ കൃത്യമായി തന്നെ ഈ സർക്കുലർ ന്യൂനതകൾ വളരെ കൃത്യതയോടെ നമ്മൾ പലതവണ ബോധ്യപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആശാവഹമായ യാതൊരുവിധ നടപടികളും ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 2024 കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വളരെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ അടുത്തും നമ്മൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ന്യൂനതകൾ. ഇത് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിന് വിരുദ്ധമാണ് ഈ സർക്കുലർ എന്ന് കൃത്യമായ തെളിവ് സഹിതം നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിൽ വളരെ കൃത്യതയോടെ ബോധ്യപ്പെടുത്തിയെങ്കിലും നമുക്ക് ആശാവഹമായ യാതൊരുവിധ ഉത്തരവുകളും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ക്രമാനുഗതമായി കുറയുകയും പകുതിയോളമായി കുറയുകയും ഇത്തരം ആളുകൾ അന്യ സംസ്ഥാനങ്ങളിൽ ലൈസൻസ് എടുക്കാൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ സംസ്ഥാന ഖജനാവിന്റെ നികുതി വരുമാനത്തെ പോലും വളരെയധികം പ്രതിസന്ധിയിലാക്കിയ സമയത്തൂടെയാണ് നമ്മൾ കഴിഞ്ഞ 2 വർഷക്കാലമായി കടന്നുപോയത്. ഈ വിധി കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സംരക്ഷിക്കുക മാത്രമല്ല, ഈ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് എടുക്കുന്ന ഉദ്യോഗാർത്ഥികളെയും പൊതുജനങ്ങളെയും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ട ആളുകളെയും വളരെയധികം ഗുണപരമാവുന്ന രീതിയിൽ ഈ വിധി വന്നത് വളരെ ആശാവഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിന് സഹായിച്ച നമ്മളെ ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റ് രാംകുമാർ സാറ്, അതേപോലെ തന്നെ സീനിയറമായ മറ്റ് അഡ്വക്കേറ്റ്സുമാര്, ഈ വിധി പ്രസ്താവിച്ച ജഡ്ജി, അദ്ദേഹത്തിനുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷനും കേരളത്തിലെ മറ്റൊരു സംഘടനയായ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയും സംയുക്തമായി ചേർന്ന് അഹോരാത്ര പ്രയത്നത്തിന്റെ ഭാഗമാണ് ഈ വിധി സമ്പാദിച്ചത്. ഇത് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സംരക്ഷിക്കുന്നതോടൊപ്പം പൊതുജനങ്ങൾക്ക് ആശാവഹമായ രീതിയിൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഒരുത്തിരിയുമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് അറിയിക്കാനുള്ളത്. ഇന്ന് 10/15 ഫസ്റ്റ് കേസായിട്ട് വിധി കൊടുക്കും. താങ്ക് യു. ഈ 4/2024 സർക്കുലർ പൊതുസമൂഹത്തിന് ഇതൊരു തെറ്റായ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ല, അപകടങ്ങൾ കൂടുന്നുണ്ട്. ഒരിക്കലും കേരളത്തില് അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഒരേ രീതിയിൽ ടെസ്റ്റ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തില് മാത്രമേ ഞങ്ങൾക്ക് തോന്നുന്നത് ഇത്തരം രീതിയിൽ ടെസ്റ്റ് എടുക്കുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മളൊരു മറ്റൊരു സ്റ്റേറ്റിനെ കുറ്റപ്പെടുത്തുകയല്ല, പല രീതിയിലും ടെസ്റ്റ് ഒന്നും നടക്കാത്തതെന്ന് പറയപ്പെടുന്നുണ്ട് മറ്റു സ്റ്റേറ്റുകളിൽ. അവിടെയൊക്കെ തന്നെ അപകടങ്ങളുടെ തോത് കുറവാണ്. അപ്പോൾ ഇത് ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അപകടങ്ങൾ കൂടുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരന്റെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന്റെ രീതി എന്നുള്ള ഒരു ധ്വനി പരത്താൻ ഈ സർക്കുലർ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹവും ദൃശ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് ഈ ഒരു സർക്കുലറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. സത്യത്തിൽ അത് തെറ്റായ ഒരു പ്രവണതയാണ്. ഈ ഡ്രൈവിംഗ് അപകടങ്ങൾ ഡ്രൈവിംഗ് പരിശീലനമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല എന്നും കൂടെ ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പറഞ്ഞ ഈ ഒരു വിഷയം തീർച്ചയായിട്ടും വളരെ ഒരു കാര്യമാത്ര പ്രസക്തമായ വിഷയമാണ്. കാരണം അപകടങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ട് ശാസ്ത്രീയമായി പഠിക്കണം. ഇത് ഡ്രൈവിംഗ് പരിശീലനമാണോ, പരിശീലനത്തിന്റെ കുറവ്? ഞങ്ങളെല്ലാം തുറന്ന മനസ്സോടെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളെയും കാണുന്നു. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മ തീർച്ചയായിട്ടും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ നമ്മൾ തയ്യാറാണ്. തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഇവിടെയുള്ള വാഹനങ്ങളുടെ ബാഹുല്യം, റോഡിന്റെ അവസ്ഥ,
ഇതെല്ലാം പഠന വിധേയമാക്കണം. നമുക്ക് ഈ 1998 ആദ്യമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം നിജപ്പെടുത്തുന്നത്. അന്നത്തെ വാഹനങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് 60 നിജപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ സർക്കുലർ വന്നപ്പോൾ 40 ചുരുക്കുക ചെയ്തു. സ്വാഭാവികമായിട്ടും 1998 മുതൽ 2024 ആകുമ്പോഴേക്കും വാഹനങ്ങളുടെ എണ്ണം 100 കണക്കിന് മടങ്ങ് കൂടി, ലൈസൻസിന്റെ ഡിമാൻഡും കൂടി. അപ്പൊ അതിനനുസരിച്ച രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാവണമെന്ന്, പകരം ലൈസൻസ് എടുക്കാനുള്ള ആൾക്കാരുടെ ആ ഒരു അവകാശത്തെ ചുരുക്കുകയല്ല ഇവിടെ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് അപകടങ്ങൾ കുറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതെല്ലാം നടപ്പായി. ഇവിടെ അപകടങ്ങൾ കുറഞ്ഞു. അപ്പൊ ഇതിന് എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരും, പ്രൈവറ്റ് സ്കൂളുകാരായി ഞങ്ങളാണെങ്കിലും ശരി, ഗവൺമെന്റ് ആണെങ്കിലും ശരി, എല്ലാവരും കൂടിയിരുന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ പഠിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഞങ്ങൾ എല്ലാവിധ പിന്തുണ ഞങ്ങൾ ഇതിന് കൊടുക്കുക. ഞങ്ങൾ ഇതിന് എതിരല്ല. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ തൊഴിൽ എടുത്ത് ജീവിക്കാനുള്ള അവകാശം ഹരിക്കപ്പെടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങളിത് കോടതിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായത്. ഒരിക്കലും ഞങ്ങൾക്ക് കോടതിയിൽ കൂടി ഒരു നീതി വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പലതവണ പറഞ്ഞ പോലെ ഞങ്ങൾ പലതവണ ചർച്ച നടത്തി. ഇതിന്റെ നിയമവിരുദ്ധതകൾ ഞങ്ങൾ പലതവണ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ഇതൊന്നും തന്നെ ആരാണോ ഈ ഓർഡർ ഇറക്കുന്നത് അവർക്കത് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ കോടതി വിധിയിലൂടെ അവർക്കത് ബോധ്യപ്പെടും എന്നത് അറിയുന്നത് ഞങ്ങളുടെ സന്തോഷം. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണെങ്കിൽ ചോദിക്കാം. കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത്. മറ്റു സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. അതെ തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ല. നമ്മളത് വ്യക്തമായിട്ടേ ഈ റവന്യൂവിനെ സംബന്ധിച്ച് ഒരു വർഷം കേരള സർക്കാരിന് കിട്ടുന്ന ഈ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന ആൾക്കാരെ കയ്യിൽ നിന്നും അതുപോലെ എൻഡോഴ്സ്മെന്റ് ലൈസൻസിന്റെ ഇതിന്റെ കൂടിയിട്ട് കൃത്യമായിട്ട് നമ്മൾ കണക്ക് വെച്ചിട്ട് നമ്മൾ ഗതാഗത മന്ത്രിക്കും അതുപോലെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വർഷം നമുക്ക് സർക്കാരിലേക്ക് കിട്ടുന്ന എമൗണ്ട് എത്ര? ഏകദേശം ഒരു 3-3.5-4 കോടിയോളം രൂപ സർക്കാരിലേക്ക് കിട്ടുന്നതാണ്. അതാണ് ഏകദേശം പകുതിയിൽ കൂടുതൽ കുറഞ്ഞു പോയത് എന്നുള്ളതിനെ കണക്കൊക്കെ വെച്ചിട്ട് നമ്മള് 300 കോടിയാണ് ഒരു വർഷം സർക്കാരിലേക്ക് കിട്ടുന്നത്, ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ ഈ ഇത് വന്നതോട് കൂടിയിട്ട് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ലൈസൻസ് എടുക്കാൻ പോകുന്നവരുടെ ഇത് കണക്ക് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഇപ്പോഴത്തെ കണക്കും കഴിഞ്ഞ 2023 വാർഷിക കണക്കും ഈ 2024 അതുപോലെ 25 വാർഷിക കണക്കെടുത്തപ്പോൾ ഏകദേശം അതിന്റെ ഭാഗത്തോളം പോലും സർക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കണക്ക് വെച്ച് നമ്മൾ ഗതാഗത വകുപ്പിനെ ബോധ്യപ്പെടുത്തിയിട്ട് കൂടി അവര് ഇത്തരം ഈ പറയുന്ന അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണം എന്നുള്ള ഇതിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഇതുമൂലം ഇത് ഈ ഒരു 4/2024 സർക്കുലർ ഇറക്കിയോണ്ട് നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ മാത്രമാണ് ഇതിന്റെ ഒരു ഇത് ഗുണം വരുന്നുള്ളൂ. ഇതിന്റെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും ഈ ടെസ്റ്റിംഗ് സംവിധാനം അല്ല വരുന്നത്. അവിടെയൊക്കെ പഴയ പോലെയുള്ള ടെസ്റ്റിംഗ് സമ്പ്രദായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ വേണമെന്ന് വെച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്തിയതാണ്. അതൊന്നും അവര് ചെവികൊള്ളാൻ, ഉത്തരവാദപ്പെട്ടവരൊന്നും ചെവികൊള്ളാൻ തയ്യാറാവാതെ തന്നെയാണ് ഈ സർക്കുലറായിട്ട് മുന്നോട്ട് പോയത്. ഇത് സർക്കുലർ അതിനോടനുബന്ധിച്ച് വാഹനങ്ങളുടെ കാലാവധിയെ കുറിച്ചൊക്കെ പുതിയ ഗവൺമെന്റ് ഓർഡറുകളൊക്കെ ഇറക്കി നമ്മളെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ എങ്ങനെ നശിപ്പിക്കണം, എന്നിട്ട് ഇത് എങ്ങനെ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് എത്തിക്കണം എന്നുള്ളതിന്റെ ഒരു ദീർഘവീക്ഷണമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പുതിയ സർക്കുലറുകളും മറ്റുള്ളതൊക്കെ ഇറക്കിയിട്ട് നമ്മളതിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. ഇതുമൂലം പണ്ട് 60 പേർക്ക് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് 60 പേർക്ക് ടെസ്റ്റ് നടത്താന്നുണ്ടെങ്കിൽ ഈ സർക്കുലർ വന്നപ്പോൾ അത് 25 അല്ലെങ്കിൽ 30-35 കുറഞ്ഞു. ഏകദേശം പകുതിയിൽ കൂടുതൽ കുറഞ്ഞു വന്നു. അതുമൂലം നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന ആൾക്കാർക്ക് ഡേറ്റ് കിട്ടാൻ 2-2.5-3 മാസത്തോളാണ് കാത്തിരിക്കേണ്ടി വരുന്നത്. ഒരു ലേണേഴ്സിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമാണ്. ഈ 6 മാസത്തെ ഒരു ലേണേഴ്സ് സർക്കാരിലേക്ക് ഫീസ് അടച്ചിട്ട് ഒരു നിങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഒരു സർക്കാരിലേക്ക് ഫീസ് അടച്ചിട്ട് നമ്മൾ ലേണേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ് കിട്ടുന്നത് 3 മാസം കഴിഞ്ഞിട്ട് 90 ദിവസം അല്ലെങ്കിൽ 110 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടണേ, ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണേ. ആ അപ്പോയിന്റ്മെന്റിൽ എങ്ങാനും നമ്മൾ ഒന്ന് പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ പിന്നത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് റീടെസ്റ്റ് സ്ലോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലേണേഴ്സ് കൊണ്ട് ഉപകാരപ്പെടില്ല. ഇനി നമ്മൾ സർക്കാരിലേക്ക് ഫീസ് അടച്ചിട്ട് ഈ ലേണേഴ്സ് പുതുക്കണം. അപ്പോഴും സർക്കാരിലേക്ക് കുട്ടികളിൽ നിന്ന് അനധികൃതമായിട്ട് പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇത് പോട്ടെ, ഇത് റിന്യൂ ചെയ്തു. ലേണേഴ്സ് റിന്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തൊട്ട പിറ്റേ ദിവസം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടിയിരുന്നു. 30 ദിവസം നമ്മൾ ആദ്യം ലേണേഴ്സ് എടുത്തു. ആ ലേണേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നുള്ള ഇരിക്കെ ഈ 60 ദിവസം
6 മാസം കഴിഞ്ഞിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടാണ്ട് രണ്ടാമത് റിന്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് സ്ലോട്ട് കിട്ടാണ്ട് 1 മാസം 30 ദിവസം കഴിഞ്ഞിട്ട് ആണ് ഇരിക്കുന്നത്. എന്നിട്ടും നമ്മൾ അത് ഡേറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ 30 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡേറ്റ് കിട്ടുക. അവിടെ 30 ദിവസം കഴിഞ്ഞിട്ട് കിട്ടില്ല. ഈ പറഞ്ഞ പോലെ 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് സ്ലോട്ടിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് കിട്ടുക. ഇപ്പൊ നമുക്ക് സ്ലോട്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബറിലേക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് കിട്ടുന്നത്. ഇപ്പൊ ഇത് ജൂലൈ 1st അല്ലായിട്ടുള്ളൂ, ഒക്ടോബറിലേക്കാണ്. അപ്പൊ അത്രയും നീണ്ടു പോവാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. ലൈസൻസ് കൊടുക്കുന്നതിൽ അല്ല, ലൈസൻസ് കൊടുക്കുന്നതിൽ ഇതുപോലെ ലൈസൻസ് നമ്മൾ സർക്കാരിലേക്ക് കുട്ടികൾ ഫീസ് അടച്ചിട്ട് ലൈസൻസിനും കൂടി വേണ്ടിയിട്ടുള്ള ഫീസ് അടച്ചിട്ട് നമ്മൾ സർക്കാരിലേക്ക് ഫീസ് അടച്ചിട്ടാണ് കാത്തിരുന്നത്. ആ ലൈസൻസ് ഒക്കെ ഇവര് ഡിജിറ്റലാക്കിയതിന്റെ ഫലമായിട്ട് എന്തുണ്ട്, ആ മുമ്പ് അടച്ചിരുന്ന പൈസ മുഴുവൻ സർക്കാരിൽ കിടക്കണം. എന്നാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത മോട്ടോർ വാഹന വകുപ്പ് കാണിക്കണ്ടേ? അത് കാണിച്ചില്ല. അത് ആ പൈസയും സർക്കാരിൽ കെട്ടിക്കിടക്കുക. ഇതൊക്കെ പബ്ലിക്കിനാണ് ഉണ്ടാവണേ. കാലാവധി കഴിഞ്ഞാൽ ലൈസൻസ് പുതുക്കല്, അതും ഈ പറഞ്ഞ പോലെ വളരെ നീണ്ടുപോയിട്ട് തന്നെയാണ് ഡേറ്റ് കിട്ടുന്നത്. അവർക്ക് 30 ദിവസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് 30 ദിവസം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് തന്നെയാണ് ഡേറ്റ് കിട്ടുന്നത്. ഈ സ്ലോട്ടിന്റെ ഒക്കെ സ്ലോട്ട് അവൈലബിലിറ്റി അനുസരിച്ചാണ് കിട്ടുന്നത്. വൈകിട്ട് സൈക്കിള് എന്താ ഇല്ല ഞങ്ങൾ വിധി കേട്ടിട്ട് കേട്ടിട്ട് വരണേ നമ്മള് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്ലോഡ് ചെയ്യുമ്പോ തരാം. ഇല്ല, ഇപ്പൊ ചെയ്തിട്ടില്ല. അതെ, ഇത് കൊടുക്കാനുള്ള പറയാൻ പറഞ്ഞേക്കണം. വാർത്ത കൊടുക്കണമെങ്കിൽ അതിന്റെ ക്ലാരിറ്റി അതൊന്നും അവിടെ കിട്ടണം. വർഷം ഒന്ന് നോക്കൂ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതില് അപ്ലോഡ് ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെയാണ്. ഡിസ്പോസർ ഓൺ 16/7 മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ജഡ്ജ്മെന്റ് ഡിസ്പോസർ ഓഫ് 16/7 മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിപ്പോ കിട്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. ന്യൂസ് പുറത്തുവിടാൻ പറ്റുന്നത് ഓഫീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തോ ചെറിയ ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടാണ്. ഓക്കെ 980 915 8006 8006. ജയശങ്കർ. ഇപ്പൊ മിസ്റ്റർ വിജയിലൊക്കെ കിട്ടുമ്പോ തന്നെ ഇടണം. ഇതില് നമ്മൾക്ക് ഒരു കാര്യം കൂടി ഞങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. ഞങ്ങള് തന്നെ വാർത്ത കൊടുത്തിട്ടുള്ള സംഭവമാണ് KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത്. KSRTCയിൽ നമ്മുടെ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് പബ്ലിക്കിനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ്. KSRTCയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTCയുടെ പരിശീലനം നടത്തുന്ന സ്വന്തം ഗ്രൗണ്ടിലാണ്. അവിടെ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് പുറമൊന്നും ഒരാൾക്ക് പ്രവേശിക്കില്ല. അവിടുത്തെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വിജയം. 99, 98 ഈ നിലയ്ക്കാണ് വിജയം ഡ്രൈവിംഗ് അപേക്ഷ. എന്നാൽ നമ്മള് അവർക്ക് സ്പെഷ്യൽ സ്ലോട്ടാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാര് സ്പെഷ്യൽ ഡേറ്റ് വെച്ചിട്ട് ആ KSRTCയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ സ്ലോട്ടാണ് കിട്ടുന്നത്. നമ്മളെ പോലെയുള്ള ഈ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന സ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ 3 മാസം കഴിഞ്ഞിട്ടാണ് സ്ലോട്ട് കിട്ടുന്നത്. അതും പബ്ലിക്കായിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലാണ് നടക്കുന്നത്. അവിടുത്തെ വിജയശതമാനം ഇവരുടെ നിർബന്ധപൂർവ്വം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 50%, 60% ഒതുക്കുകയാണ്. 40% ഒരു പരാജയം വേണമെന്നുള്ളൊരു ഇതിൽ വെച്ചിരിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥൻ മാറി പോയിട്ട് തിരുവനന്തപുരത്ത് KSRTCയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയപ്പോ 9 പേരെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോ എല്ലാ പത്രത്തിലും വന്നു ആ ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം തോൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ആ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയതിന്റെ ഫലമായിട്ടാണ് അവിടെ 9 പേരെ തോൽപ്പിച്ചത്. അത് ശരിക്കും ഒരു പബ്ലിക്കായിട്ടുള്ള ഡ്രൈവിംഗ്